കെമിസ്ട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് അല്ലേ, അതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്തു വെച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്കിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. സോ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അതായത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ഭാഗത്ത് പ്രത്യേക റോസിൽ പ്രത്യേക നിരയിൽ ഈ എഫ് ബ്ലോക്ക് എലമെൻസിനെ ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ആക്ച്വലി ലന്ധാനത്തിന് ശേഷം വരുന്നതും ലന്ധാനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലന്ധാനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് വീതം എവിടെ കൊടുത്തിട്ടുണ്ട്? എഫ് ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ലന്ധാനത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുക ലാന്തനോയിഡ്സ് എന്നാണ് വിളിക്കുക. എളുപ്പമാണല്ലേ ഓർമ്മിക്കാൻ? ലന്ധാനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ലാന്തനോയിഡ്സ് എന്നും ആക്ടീനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിനെ ആക്ടിനോയിഡ്സ് എന്നുമാണ് പറയുന്നത്. അപ്പം ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുമാണ് ഏത് ബ്ലോക്കിലുള്ളത്? എഫ് ബ്ലോക്കിലുള്ളത്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിൽ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാൾ എഫ് ബ്ലോക്ക് ആണെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യേണ്ടത് ഏത് സബ്ഷെല്ലിലേക്കായിരിക്കും? എഫ് സബ്ഷെല്ലിലേക്കായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിലേക്ക് വന്ന് ചേരുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പം ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡി ബ്ലോക്കിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെനൾട്ടിമേറ്റ് ഷെല്ല്. ഇവിടെ എഫ് ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ പറയാ ആൻറ്റി പെനൾട്ടിമേറ്റ് എന്നാ പറയാ. എന്താ പറയാ? ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. പെനൾട്ടിമേറ്റ് ഷെല്ല് ഡി ബ്ലോക്കിൽ, അതായത് ഡി ബാഹ്യതമ ഷെല്ലിന് പുറത്തുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. എഫ് ഔട്ടർമോസ്റ്റ് ഷെല്ല്, അതിൻ്റെ ഉള്ളിൽ ഷെല്ല്, അതിൻ്റെ ഉള്ളിലുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൻറ്റി പെനൾട്ടിമേറ്റ്. ക്ലിയർ അല്ലേ? സോ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ലന്ധാനം ആക്ടീനിയം ഇവയ്ക്ക് ശേഷം വരുന്ന എലമെൻറ്റ്സ് ആണ് ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദി എഫ് സബ്ഷെൽ, ഹെൻസ് ഇറ്റ് ഈസ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡിയിൽ പെനൾട്ടിമേറ്റ് ഷെല്ലാണെങ്കിൽ ഇവിടെ എഫിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഓക്കെ, ഇനി ഡിയുടെ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതുപോലെ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സിമ്പിളാണ്, എളുപ്പമാണ്. നമ്മൾ ഡി പഠിച്ചു വെച്ചതുകൊണ്ട് എഫ് വേഗം കഴിയും. അപ്പോൾ എഫിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലൈക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എഫ് ബ്ലോക്ക് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എഫ് ബ്ലോക്കിനും എന്ത് തന്നെയാണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. എഫ് ബ്ലോക്കിൽ പെടുന്ന എലമെൻസിന് എന്തിനുള്ള സാധ്യതയുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഡി ബ്ലോക്ക് എലമെൻസിനെ പോലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത്തത് ആക്ടിനോയിഡ്സ് മിക്കവയും എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് അത് തന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് എലമെൻറ്റ്സ്, നമ്മൾ ഉണ്ടാക്കിയതാണ്, സിന്തസൈസ് ചെയ്തതാണ്, ലബോറട്ടറിയിൽ പ്രിപ്പറേഷൻ നടന്നതാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള എലമെൻറ്റ്സിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള എലമെൻസിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഇവയെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. എവിടെ? പെട്രോളിയം ഇൻഡസ്ട്രി. ഇതാ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോപ്പർട്ടി. എന്താ എളുപ്പം അല്ലേ? മറ്റേത് നന്നായിട്ട് പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് ഇത് എളുപ്പമാണ്, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഡി ബ്ലോക്ക് എലമെൻസിനെ പോലെ ഇയാൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ആക്ടിനോയിഡ്സ് മിക്കവയും റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. അവർ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ്.
ആൻഡ് ദെൻ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള എലമെൻസിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. എവിടെ? പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ എഫ് ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ എസിൻ്റെ പറഞ്ഞു, പിയുടെ പറഞ്ഞു, ഡിയുടെ പ്രോപ്പർട്ടി പറഞ്ഞു, എഫിൻ്റെ പ്രോപ്പർട്ടിയും പറഞ്ഞു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവിടെ കഴിയും. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The element copper with atomic number 29 undergoes chemical reaction to form an ion with oxidation number +2. ഞാൻ ഷോർട്ട് ഫോം ഉപയോഗിച്ചു, നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് എഴുതുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എഴുതുക. ഓക്കെ, an element copper with atomic number 29 undergoes chemical reaction to form an ion with oxidation state or oxidation number +2. Write the subshell electronic configuration of the ion. Second question, can the element show variable valency and why? Last question, write the chemical formula of one compound formed when this element reacts with chlorine having atomic number 17. Okay, element copper ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അങ്ങോട്ട് എഴുതുക. 1s2, 2s2, 2p6, 3s2, 3p6, പറയേ 3d10, 4s1, 3d10, 4s1. ഇയാൾ ലാസ്റ്റ് ഇലക്ട്രോണ് 3d സബ്ഷെല്ലിലേക്ക് വന്നതുകൊണ്ട് ഇയാൾ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻ്റ് ആകുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എസ് സബ്ഷെൽ ഇലക്ട്രോണിനോടൊപ്പം ഔട്ടർമോസ്റ്റ് എസിനോടൊപ്പം 3ഡിയും കൂടി 3ഡിയിൽ ഇലക്ട്രോൺസ് കൂടി പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ +2 ഓക്സീകരണാവസ്ഥ എന്ന് പറയുമ്പം നമുക്ക് ആ അയോണിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ആ അയോണ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കോപ്പർ 2+. അപ്പോൾ ആദ്യം നമ്മൾ ആ എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ദെൻ ആ അയോൺ ഏതാണെന്ന് മനസ്സിലാക്കി, കോപ്പർ 2+. അപ്പോൾ കോപ്പർ 2+ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ 4s ഇലക്ട്രോണും പോകണം. 4s 1 പോകാനുള്ളൂ, 3d 1 പോകണം. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 3d9. ഓക്കെ, 4s 1 പോയി, 10 1 പറഞ്ഞാൽ 3d9. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്യാൻ ദി എലമെന്റ് ഷോ വേരിയബിൾ വാലൻസി? വേരിയബിൾ വാലൻസി കാണിക്കാൻ സാധ്യതയുണ്ടോ? യെസ്. എന്തുകൊണ്ട്? ഇയാള് ഡി ബ്ലോക്ക് എലമെന്റ്സാ. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെന്റ് വേരിയബിൾ വാലൻസി കാണിക്കുന്നു അല്ലേ? ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് ഇയാൾ വേരിയബിൾ വാലൻസി ആകുന്നു. നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് ഉത്തരം എഴുതാം. ഇയാൾ ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് വേരിയബിൾ വാലൻസി ഒന്നുകൂടി കൂട്ടിച്ചേർക്കുക. ഡി ബ്ലോക്ക് ആയതുകൊണ്ട് 4s സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ കൂടെ ആരുകൂടി പങ്കെടുക്കുന്നുണ്ട്? 3dയിലെ ഇലക്ട്രോൺസും കൂടി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ എന്ത് കാണിക്കുന്നു? വേരിയബിൾ വാലൻസി കാണിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് വൺ കോമ്പൗണ്ട് ഫോർമഡ് വെൻ ദിസ് എലമെന്റ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ. ഓക്കെ, ഈ കോപ്പർ എന്ന് പറയുന്ന ആള് ക്ലോറിനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എഴുതാൻ പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പറിനെ +2 ഫോമിൽ എടുക്കുന്നു. അപ്പോൾ കോപ്പറിൻ്റെ ചാർജ് 2+. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്ന ആള് ആ 17ാം ഗ്രൂപ്പാണ്. 17ാം ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. വാലൻസി 1 നമുക്കറിയാം. 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ക്ലോറിൻ -1 ആണ്. അപ്പം ഞാനിതാ 2, 1 ക്രോസ് ചെയ്ത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇയാൾ എന്തായിട്ട് മാറും? CuCl2. എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. കോപ്പർ
കോപ്പർ രണ്ട്, അതായത് 4s ഇലക്ട്രോണും 3d ഇലക്ട്രോണും കെമിക്കൽ റിയാക്ഷനിൽ 3d ഒരു ഇലക്ട്രോണും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് മൂപ്പര് +2 കാണിച്ചത്. +1 കാണിച്ചൂടെ? അയാൾക്ക് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തൂടെ? റിയാക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. 4s ഒരു ഇലക്ട്രോൺ ആണ് പോകുന്നതെങ്കിൽ കോപ്പറിന് നമ്മൾ എങ്ങനെ എഴുതണോ? +1 എന്ന് എഴുതണം. ഓക്കെ, അത്രേ വ്യത്യാസമുള്ളൂ. ക്ലോറിൻ എന്ത് തന്നെ? -1 തന്നെ. ഒന്നും ഇന്റർചേഞ്ച് ചെയ്തു അല്ലേ? എന്തായിട്ട് മാറി? CuCl. രണ്ടും എഴുതാം. ഇവിടെ നിങ്ങളിത് കണ്ടുപിടിക്കണ്ട, ഇവിടെ +2 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ CuCl ഇട്ട് എഴുതാം. ഇനി സംശയം വരുന്ന കുട്ടികൾക്ക് എങ്ങനെ ചെയ്യാം? 4s ഒരു ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് +1 സ്റ്റേറ്റ്, -1 ക്ലോറിൻ, അതിൽ മാറ്റമില്ല. ക്ലോറിൻ P ബ്ലോക്കാണ്, അതിൻ്റെ ഒന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റിലും വ്യത്യാസം കാണിക്കുന്നില്ല. കോപ്പർ D ബ്ലോക്ക് ആയതുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എലമെന്റ് കോപ്പർ with atomic number 29 undergoes chemical reaction to form an ion with oxidation state +2. നല്ല വൃത്തിയായിട്ട് നോട്ട് എഴുതണേ. And write the subshell electronic configuration of the ion formed. അവിടെ ഫോം ചെയ്തിരിക്കുന്ന അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. Can the element show variable valency? Why? എന്തുകൊണ്ടാണ്? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. 3Dയും 4s കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് one compound formed when these elements react with chlorine. CuCl2 കിട്ടി, ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇത് മറുപുറം, അതിൻ്റെ മറുവശം സംശയമുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. So next question. The element X in group 17 has 3 shells. 3 ഷെല്ലുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. Write the subshell electronic configuration of the element. Write the period number. And the third question, what will be the chemical formula of the compound formed if the element X reacts with Y? Y-ന്റെ പ്രത്യേകതയാണ് പറയുന്നത്. Y of the third period which contain 1 electron in the P subshell. Okay, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Element X in group 17 has 3 shells. Okay, നമുക്ക് 3 ഷെൽ എഴുതാം. 3 ഷെൽസ് KLM. അപ്പോൾ അവയുടെ സബ്ഷെൽസ് നോക്കൂ. 1s 2s 2p 3s 3p 3d. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് 17ാം ഗ്രൂപ്പ് എന്നാ, 17th ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരില്ല? 3d ഇല്ല. അപ്പോൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. നമ്മൾ 3d നമ്മൾ നെഗ്ലക്ട് ചെയ്തു, ഒഴിവാക്കി. നമ്മളെ സംബന്ധിച്ച് 1s 2s 2p 3s 3p ഇത്രയുമാണ് ഉള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നത് 17ാം ഗ്രൂപ്പാണ്. 17ാം ഗ്രൂപ്പ് പി ബ്ലോക്ക്. അപ്പോൾ പി ബ്ലോക്കിലെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പിയുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞ റൂള്, പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം എത്ര കൂട്ടണം? 12 ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിയിലുള്ള ഇലക്ട്രോൺസിനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 17 12 മൈനസ് ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര ഇലക്ട്രോൺസ് കിട്ടി? 5 ഇലക്ട്രോൺസ് കിട്ടി. ആ 5 ഇലക്ട്രോൺസിനെ ഞാനിതാ പിയിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. 3p5 എന്ന് എഴുതി. 3p5 ബാക്കി ഫില്ല് ചെയ്യണം. 1s2 2s2 2p6 3s2 3p5. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ്. എങ്ങനെയാണ് എഴുതുക നമ്മൾ? 1s2 2s2 2p6 3s2 3p5. ക്ലിയർ അല്ലേ മക്കളെ? 17th ഗ്രൂപ്പ് 3 ഷെൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പി ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പി വരെ എഴുതി നിർത്തി. പിയിലെ ഇലക്ട്രോൺസിനെ 17 12 മൈനസ് ചെയ്തു. 5 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് കിട്ടി. അത് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഉള്ളിലുള്ള ഇലക്ട്രോൺസ് അങ്ങ് ഫില്ല് ചെയ്തു. അതായത് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പുറമേയുള്ള എഴുതാൻ വേണ്ടി പാടുള്ളൂ. ഇനി രണ്ടാമത്തേത്, റൈറ്റ് ദി പീരിയഡ് നമ്പർ, ഹയസ്റ്റ് ഷെൽ നമ്പർ, ദാറ്റ് ഈസ് 3. അപ്പോൾ 3rd പീരിയഡ്. ഇനി ഇതാ പ്രധാനപ്പെട്ട ചോദ്യം. What will be the chemical formula of the compound formed if the element X? അപ്പോൾ എക്സിനെ സംബന്ധിച്ചുള്ള കാര്യമല്ലേ അല്ലേ നമ്മളിവിടെ രേഖപ്പെടുത്തിയത്? എക്സ് ആണ് ഇത്, നമ്മളെ സംബന്ധിച്ചുള്ള എക്സ് ആണ്. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് വൈയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. വൈയുടെ
സ്പെഷ്യാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. വൈയുടെ തേർഡ് പീരിയഡ് ആണ്. അതിൻ്റെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3p1 ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 3p1. അപ്പം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാണ്. അത് പൂർണ്ണമായിട്ട് എഴുതാണ്. 1s2 2s2 2p6 3s2 3p1 1s2 2s2 2p6 3s2 3p1. അവർ തന്ന വിശദീകരണം ഇങ്ങനെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. വൈക്ക് തേർഡ് പീരിയഡ് ആണ്. അതിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഏടാ പി സബ്ഷെല്ലിലുണ്ട്. ഓക്കെ, അപ്പോൾ 3p1 എഴുതി. ഇനി നോക്കിക്കേ, 2 8 3. ഇനി നിങ്ങൾ പറയേ, ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാണോ ഡൊണേറ്റ് ചെയ്യാണോ? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് ചെയ്യുക. എത്ര ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യടോ? 3 ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത് ഏത് ചാർജ് കയറിയും? +3 ചാർജ് കിട്ടും. ഓക്കെ, ഇനി ഇതാ നമ്മൾ തുടക്കം എഴുതിയ ആളെ നോക്കൂ. ഇയാൾ എക്സിൻ്റെ പ്രത്യേകത അല്ലേ, 2 ഉണ്ട് 8 ഉണ്ട്, 2 ഉണ്ട് 8 ഉണ്ട് 7 ഉണ്ട്. ഇയാളാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിലോ മൂപ്പര് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പം വാങ്ങിക്കുക, അക്സെപ്റ്റ് ചെയ്യാണ് അല്ലേ. ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ചാർജ് x-1 ആയിട്ട് മാറിയില്ലേ. ഇവിടെ y +3 ആയപ്പോൾ ഇയാൾ എക്സിന് എന്ത് ചാർജാ? -1. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിൻ്റെ തൊട്ട് എക്സും വൈ അങ്ങ് ഓർഡറിലൊന്നും എഴുതരുത്, ചാർജ് നോക്കിയിട്ട് വേണം എഴുതാൻ. ഇവിടെ y ആണ് +3, അതുകൊണ്ട് ഇതാ ഞാൻ y എഴുതുന്നു. വൈയുടെ മുകളിൽ +3 കാണിച്ചു, എക്സിൻ്റെ മുകളിൽ -1 കാണിച്ചു, 3 1 ഇറക്കിയിട്ടു, പരസ്പരം മാറ്റി എഴുതി. മൂപ്പരെ കെമിക്കൽ ഫോമുല എന്താന്ന് കിട്ടി? yx3 ആന്ന് കിട്ടി. yx3 yx3. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യുന്ന രീതി മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടിയും പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. The element X in group 17 has 3 shells KLM. 17th ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ 3pയിൽ അവസാനിപ്പിച്ചു. 3pയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടെത്തി. അപ്പോൾ 1s2 2s2 2p6 3s2 3p5. ഇനി 3pയിലുള്ള ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടെത്തിയത്? 17ൻ്റെ അകത്തുനിന്ന് 12 കുറച്ചത് 5 ഇലക്ട്രോൺസ് കിട്ടി. ഇനി അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. അപ്പം 7 ആയതുകൊണ്ട് ഇയാൾ ഇലക്ട്രോണ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ചാർജ് -1 എന്ന് കിട്ടി. തേർഡ് പീരിയഡിലാണ്. ഇനി വൈയെ സംബന്ധിച്ചാണ് പറയുന്നത്. വൈയുടെ പിയിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അത് 3ാമത്തെ പീരിയഡിലാണ്. 3p1 ആണ്. അതിൻ്റെ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ കൊടുത്തു. 1s2 2s2 2p6 3s2 3p1. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. നോക്കൂ, 8 2 10 13. നമ്മൾ അലൂമിനിയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 13ാമത്തെ ഗ്രൂപ്പ് +3 ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ y +3 കിട്ടി. ഇനി ചാടി കയറി എക്സും വൈയും ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങ് എഴുതുമോ? ഇല്ല. നമ്മളെന്ത് നോക്കും? നമ്മൾ ചാർജ് നോക്കും. അപ്പോൾ y ആണ് ഇവിടെ പോസിറ്റീവ് ചാർജ്, y ആണ് കാറ്റയോൺ. അതുകൊണ്ട് തന്നെ y എഴുതി. y +3 x -1 3 1 താഴേക്ക് കാണിച്ചു, പരസ്പരം മാറ്റി എഴുതി. ആൻഡ് ദ കോമ്പൗണ്ട് ഈസ് yx3. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. When the last electron of an atom was filled in the 3D subshell, the subshell electronic configuration was 3d8. Complete the subshell electronic configuration and find out atomic number, block, group number and period number. Okay. ഒരു എലമെൻറ്റിൻ്റെ, ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോണ് 3Dയിലേക്കാണ് വന്നത്. അവർ 3Dയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 എന്ന് കാണിച്ചു. നമ്മളോട് പറഞ്ഞത് അത് പൂർത്തിയാക്കാൻ. അതാ നമുക്ക് പൂർത്തിയാക്കാം. 1s2 2s2 2p6 3s2 3p6. 3d 4s
ലാസ്റ്റ് ഇലക്ട്രോൺ 3Dയിലേക്കാണ് വന്നത്. അപ്പം നിർബന്ധമായിട്ടും ആരുണ്ട് അവിടെ? ഫോറസ് ഉണ്ട്. ഫോറസിൽ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം മാത്രം 3Dയിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുക. ദ ഫോറസ് ടു 3D8. അപ്പോൾ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. 1s2 2s2 2p6 3s2 3p6 3d8 4s2. ഓക്കെ, അതിൻ്റെ അറ്റോമിക് നമ്പർ ആഡ് ചെയ്ത് നോക്കൂ. ഇലക്ട്രോൺസ് 2 4 10 12 18 20 28. അറ്റോമിക് നമ്പർ 28. ആൻഡ് ബ്ലോക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് എൻ ആറ്റം വാസ് ഫിൽഡ് ഇൻ ദി 3D സബ്ഷെൽ. അപ്പോൾ അതുകൊണ്ട് ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ആൻഡ് ദെൻ ഗ്രൂപ്പ് നമ്പർ 3Dയിലുള്ള ഇലക്ട്രോണും ഫോറസ്റ്റിലെ ഇലക്ട്രോൺസും തമ്മിൽ ആഡ് ചെയ്യുക. 8+2 ദാറ്റ് ഈസ് 10. ഗ്രൂപ്പ് നമ്പർ ഈസ് 10. ആൻഡ് ദെൻ പീരിയഡ് നമ്പർ is highest shell number, it is 4. Okay, clear alle makkale? Simple aayittulla question aanu. When the last electron of an atom was filled in the 3D subshell, the subshell electronic configuration was 3D8. Complete the subshell electronic configuration, find out the atomic number, block, group number, period number. Group number 8+2 le 8 2 കൂട്ടി എഴുതണം. period number highest shell number, that it is 4. Okay അല്ലേ? ശരി. അടുത്ത ചോദ്യം, എയും ബിയും ഒരു എലമെൻറ്റിൻ്റെ 2 എലമെൻറ്റ്സിൻ്റെ സിമ്പിളാണ്. സിമ്പിൾ റിയൽ അല്ല, വെറുതെ കൊടുത്ത് എ ബി എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളോട് തന്ന സൂചന ഹിൻ്റ് എന്ന് പറഞ്ഞാൽ എയുടെ പീരിയഡ് 3 ഗ്രൂപ്പ് നമ്പർ 17 ബിയുടെ പീരിയഡ് നമ്പർ 4 ഗ്രൂപ്പ് നമ്പർ 6 എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എലമെൻറ്റ് കണ്ടെത്തി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതാ എ പീരിയഡ് 3 ഗ്രൂപ്പ് 17. പീരിയഡ് 3 ഗ്രൂപ്പ് 17 എന്ന് പറയുമ്പോൾ 17ാം ഗ്രൂപ്പ് പി ബ്ലോക്കാണ് അല്ലേ? 17ാം ഗ്രൂപ്പ് പി ബ്ലോക്ക്. അപ്പോൾ പി ബ്ലോക്ക് ആകുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോണ് 3Pയിലേക്ക് വേണം വരാനായിട്ട്. അപ്പോൾ 3P ഉണ്ടാകുമ്പം 3 എന്ന് ഞാൻ എടുക്കാൻ കാരണം ഇവിടെ പീരിയഡ് നമ്പർ 3 തന്നതുകൊണ്ടാണ് 3P എന്ന് രേഖപ്പെടുത്തി. 3P ഉണ്ടെങ്കിൽ ഏതെല്ലാം സബ്ഷെല്ലുള്ളിൽ ഉണ്ടായിരിക്കും? 1s ഉണ്ടാകും, 2s ഉണ്ടാകും, 2p ഉണ്ടാകും, 3s ഉണ്ടാകും. ഇത്രയും ആൾക്കാരുണ്ടാകും. 1s 2s 2p 3s. ഇനി 17 എന്നുള്ള നമ്പർ കിട്ടണം അല്ലേ? ഗ്രൂപ്പ് നമ്പർ 17 കിട്ടണം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പാറ്റേൺ തന്നെയാണ്. 17 കിട്ടണമെങ്കിൽ നമ്മൾ പിയുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ലാസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ പി സബ്ഷെൽ ഇലക്ട്രോണിനപ്പുറം 12 ആഡ് ചെയ്തതാണ്. അപ്പോൾ 17ൻ്റെ അകത്തുനിന്ന് 12 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ 3Pയുടെ മുകളിൽ 5 രേഖപ്പെടുത്തി. ഇനി ബാക്കി ഇലക്ട്രോൺസ് കൊടുക്കൂ. 2 6 2 5 അല്ലേ? ഇത് മറുഭാഗത്താണ്. ഓക്കെ. സോ 1s2 2s2 2p6 3s2 3p5. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് പീരിയഡ് നമ്പർ 3 കിട്ടുന്നില്ലേ? ഗ്രൂപ്പ് നമ്പർ 17 കിട്ടുന്നില്ലേ? 5+12 17. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ 2 4 10 12 5 17 അറ്റോമിക് നമ്പർ ഉള്ള ക്ലോറിൻ ആണ് അല്ലേ? 17 അറ്റോമിക് നമ്പർ ഉള്ള ക്ലോറിൻ. മനസ്സിലായിട്ടുണ്ടോ ചെയ്തത്? ഒന്നുമില്ല, എളുപ്പമാണ് അല്ലേ? എ പീരിയഡ് 3 ഗ്രൂപ്പ് 7. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ എവിടെയാണ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയൊക്കെ കേട്ടോ, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇതാ സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമെന്നൊന്നും പറഞ്ഞൊന്നും ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഈ പാറ്റേണിൽ, അതായത് മൊത്തം ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പീരിയഡിനെ കുറിച്ചും ഗ്രൂപ്പിനെ കുറിച്ചും ബ്ലോക്കിനെ കുറിച്ചും മാത്രം ധാരണ ഉണ്ടായാൽ മതി. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ചാപ്റ്ററിൽ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് വെച്ചാലേ നമുക്ക് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും
പെട്ടെന്ന് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വേണം, പ്രാക്ടീസ് ചെയ്യണം, അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നന്നായിട്ട് ചെയ്തു പഠിക്കണം. പിന്നീട് അങ്ങോട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പുതുതായിട്ട് കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, എങ്ങനെ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്തുമാത്രം പഠിക്കാനുള്ള മനസ്സ്, സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം, അതെന്ത് ചെയ്യുക. അപ്പം നമ്മൾ കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നിങ്ങളറിയാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളും. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഒരു ക്ലാസ് കഴിഞ്ഞു, ഒരു അരമണിക്കൂറിൽ നിങ്ങൾ ക്ലാസ് കേട്ടു, അതിൻ്റെ കൂടത്തിൽ തന്നെ നോട്ട് എഴുതി ബുക്ക് അവിടെ അടച്ചു വെച്ചു, അടുത്ത ക്ലാസ് വരും, അടുത്ത ഒരാഴ്ചയിൽ അടുത്ത ക്ലാസ് വരും, അപ്പോൾ നിങ്ങൾ ബുക്ക് തുറക്കും, എഴുതും, ഒരു കാര്യമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം വർക്ക് ചെയ്യുക എന്നുള്ള മാത്രമാണ്. കൂടുതൽ ടൈം വർക്ക് ചെയ്യുക, കളികളൊക്കെ മാറ്റി നിർത്തി. ഇപ്പോൾ വീടിനുള്ളിൽ തന്നെയല്ലേ, നമ്മൾ പുറത്തേക്കൊന്നും കളിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ വീടിനുള്ളിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ആ സമയം നമുക്ക് ഈ ഒരു വിഷയത്തിനോട്, കെമിസ്ട്രി മാത്രമല്ല, ഒത്തിരി സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഏതാണോ നിങ്ങൾക്ക് വീക്കായിട്ടുള്ളത്, നിങ്ങൾ ഏതിലാണോ പുറകോട്ടുള്ളത്, അതിന് കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ സമയം വെച്ചുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് നിശ്ചിത സമയം കണ്ടെത്തി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോഴേ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ A+നെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ലേ. ഈ ഒരു ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു കാര്യം, കെമിസ്ട്രിക്ക് A+ കിട്ടും. കെമിസ്ട്രിക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. എങ്ങനെ കിട്ടും? ഞാൻ പറയുന്നത് പോലെ ദിവസേന അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയും വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്യുക. നമ്മളെ കുട്ടികളൊക്കെ കഴിഞ്ഞ ബാച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെ റിസൾട്ട് അവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടികളായിരുന്നു. അപ്പം വല്ലാതെ വെറുതെ കിട്ടിയൊന്നുമല്ല, വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ മുഴുവൻ A+ൽ വരാത്ത കുട്ടികൾക്ക് പോലും, അതായത് സബ്ജക്റ്റിന് വീക്കായിട്ടുള്ള കുട്ടികൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവർ വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുപോലെ നിങ്ങളും നമ്മളെ കൂടെ എങ്ങനെ നിൽക്കണം, നമ്മൾ പറയുന്ന എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യം അനുസരിക്കുക. എക്സാം പറയുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക. 1 മണിക്കൂർ എക്സാമിന് പറഞ്ഞാൽ നിശ്ചിത സമയം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ അതാത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾക്കത് വാല്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവും നമുക്കില്ല. നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. ഇനി ഇതാ ബിയുടെ കേസിൽ പീരീഡ് 4 ആണ്, 4ാമത്തെ പീരീഡാണ്, ഗ്രൂപ്പ് 6 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 6 എന്ന് പറയുമ്പം ഏത് ബ്ലോക്കിൽ വരും? മനസ്സിൽ പെട്ടെന്ന് കയറി വരണം കേട്ടോ. D ബ്ലോക്ക് എന്ന് വരണം. D ബ്ലോക്കിൽ 4th പീരീഡ്. അപ്പം നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ D ബ്ലോക്ക് ആകുമ്പോൾ 4S അവിടെ ഉണ്ടായിരിക്കും. അതിനിപ്പുറം 1S, 2S, 2P, 3S, 3P, പിന്നെ ആരും കൂടി വേണം നിർബന്ധമായിട്ടും, 3D കൂടി വേണം. അപ്പോൾ 1S, 2S, 2P, 3S, 3P, 3D, 4S. ഇനി ഗ്രൂപ്പ് കണ്ടെത്താൻ 3D സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം 4S സബ്ഷെല്ലിൽ ഇലക്ട്രോൺ കൂട്ടണം. 4Sൽ 2 കൊടുത്തു, 4Sൽ 2 കൊടുത്തു. 3Dയിൽ ഞാൻ 4 കൊടുത്തു. 2ൻ്റെ കൂടെ 4 കൂട്ടിയാലല്ലേ 6 കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഇതാ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലേക്ക് വരണം, 3D 4, 4S2 കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ആര് വരും? ക്രോമിയം വരും അല്ലേ. 3D 4, 4S2നെ നമ്മൾ എങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു? യെസ്, 3D 5, 4S1 അല്ലേ, ഹാഫ് ഫിൽഡ് ഫോമിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. 3D 5, 4S1. സോ 1S2, 2S2, 2P6, 3S2, 3P6, 3D 5, 4S1. എവിടെ കണ്ടാലും 3D 4, 4S2 കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്തിലേക്ക് മാറ്റും? നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി 3D 5, 4S1ലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് 5ഉം 1ഉം 6ാമത്തെ ഗ്രൂപ്പ് നമ്പർ കിട്ടി. അപ്പോൾ ഒരുവിധം കുറേ ക്വസ്റ്റ്യൻ നമ്മളെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വെച്ച് നമ്മുടെ 1ാമത്തെ പാഠം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ 2nd ചാപ്റ്ററിലേക്ക് കടക്കും. അതിനു മുമ്പിട്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏത് ചെറിയ ഡൗട്ടാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചത് ക്ലിയർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്.
എപ്പോഴും പറയുന്നത് പോലെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പിന്നെ ഒരു വർക്ക് ബുക്ക്, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പേപ്പർ ആയിക്കോട്ടെ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ദിവസവും പഠിക്കാം. സിമ്പിളായിട്ടുള്ള ലളിതമായ പാഠമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത ദിവസം കാണും പുതിയ പാഠമായിട്ട്, രണ്ടാമത്തെ പാഠം. ശരി, താങ്ക് യു.